ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. കർശനമായ നടപടി എടുക്കാവുന്നതിന്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം. കുഴപ്പമായി എന്നാ തോന്നുന്നത്. ഈ കക്ഷിയുടെ തന്നെ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം, അതാണ് ചെയ്യുന്നത്. പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തുന്നു. പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ല, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. കിട്ടിയല്ലോ, വേഗം ഇവിടുന്ന് പോവാം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. അത്രയേ ഉള്ളൂ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 1 ഇഞ്ച് പുറകോട്ട് പോവില്ല. ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. എല്ലാ പണിയും കൂടി ഒരുമിച്ചാണല്ലോ. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. അയ്യോ, എന്താ പാപ്പാ? എനിക്കൊന്നുമില്ല, ആ ചെറ്റോടൊന്നും വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ പന്നി. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെന്റിന്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെന്റ് ആയിരിക്കും. റീച്ച് കൂടി വരുവാനില്ല. അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുണ്ട്. അപ്പൊ ശരി.